ഈശ്വർ മാൽപ്പി തത്സമയം ചേരുകയാണ്. ആ പോയിന്റിൽ നോക്കാം. പിന്നെ ഒരു പോയിന്റിൽ ഞങ്ങൾ ലാസ്റ്റ് മൂന്നാമത്തെ പോയിന്റിൽ ഒരു ഇതാക്കി കമ്പിയാക്കി സ്റ്റേ വയർ കിട്ടി. ആ സ്റ്റേ വയറിൽ ഒത്തിരി തടി കഷ്ണമുണ്ട്. തടി വന്ന് മനുജാന്ത ഒരു ലോഡാക്കിയ അതേമാതിരി ഒരു തടി 2-3 കിട്ടി. നോക്കാം ഇപ്പോൾ അവിടെ മണ്ണ് വിന്നിട്ടുണ്ട്. ഒത്തിരി മണ്ണ് കല്ലുണ്ട്. പിന്നെ നമ്മളൊരു കുത്തുകമ്പി പറഞ്ഞ ഒരു 4 അടി കുത്തുകമ്പി ഉണ്ട്. ആ കമ്പിയാക്കി എല്ലാം നോക്കി. അപ്പോൾ അതിലെല്ലാം കിട്ടിയില്ല. ഇപ്പോൾ മണ്ണ് ലൂസ് മണ്ണ് 4 അടിയില്ല. ഞങ്ങൾ പോയ ആളെ ഒരു 15 അടി ഉണ്ട്. 15 അടി 20 അടി പിന്നെ അപ്പുറത്തപ്പുറത്ത് പിന്നെ 30-40 അടിയുണ്ട്. അപ്പോൾ നമ്മളൊരു തട്ടുവ സമയത്തിൽ നമ്മൾ കമ്പി ഒരു 3 അടി 4 അടി കമ്പി ഉണ്ട്. ആ കമ്പി കുത്തിയ അത്ര അടിക്ക് പോകും ലൂസ് മണ്ണ്. ഇപ്പം അದೇ ലാസ്റ്റ് മൂന്നാമത്തെ ನಮ್ಮ ಪಾಯಿಂಟ್ ഒരു തടി വലിയ തടി കണ്ടിട്ടുണ്ട്. ആ തടിയിൽ ഉള്ള ഒരു സ്റ്റേ വയറുണ്ട് നമ്മൾ കറണ്ടിൻ്റെ. ആ വയർ സുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് പോയിട്ട് ഫസ്റ്റിലെ അത് ആ കമ്പി വലിച്ചിട്ട് മേലെ നോക്കുന്നു. ആ വലിച്ച് ആ കമ്പി അടിയിൽ തടിയിൽ ഉള്ളു ലോറി ഉണ്ടോ നോക്കുന്നു. അതെല്ലാം ആ മൂന്നാമത്തെ പോയിന്റിൽ ഇല്ല അതേ ഇതില്ല. നമ്മൾ കണ്ണ് കാണാൻ അത്ര കത്തലുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിലൊരു ബട്ടക്കട്ടി എങ്ങനെ ഉണ്ട് അതേമാതിരി കീഴെ ഒന്നും കാണൂല. കാല് പർഷ കയ്യിലെ പിടിച്ചിട്ട് ഇത് നോക്കണം. എത്ര പേര് നമ്മൾ അടിച്ചിട്ടുണ്ട് കമ്പിയെല്ലാം. ആ നിന്നിലെ 12.6 ഉണ്ട്. ആ വെള്ളത്തിലെ മുങ്ങന ആർക്കും ആവില്ല. കണ്ടിത്തമായി അർജുൻ്റെ അവിടെ ഇരിക്കുന്ന ഒരു നമ്മൾ വിശ്വാസത്തിലേ പോവും. അവൻ ഒരു ഇരിക്കട്ടെ ഞങ്ങൾ തേടാൻ പോകും. വലിയ രീതിയിൽ മണ്ണും ചളിയുമാണ് മരങ്ങളുമാണ് അല്ലേ? മരങ്ങൾ ഒരു ആളത മരം വല്യമായിട്ട് 2-3 മരം ഉണ്ട് മേലിൽ നിന്ന് വന്നിട്ട്. അതെല്ലാം തടിച്ച് നമ്മളെ പേരുടെ ഉള്ളിൽ പോയി. മൂന്നാമത്തെ ബയാണ് അതിലെ ഉള്ളിൽ പോയി. പിന്നെ ഒന്നും ആക്കാനായില്ല. പിന്നെ അത്ര പിടിച്ച് കയർ വിട്ട് മേലെ വന്ന് നമ്മൾ റിസ്കി ഒരു ബട്ടൺ ഉണ്ട് അതിൽ. അപ്പം മേലെ വന്ന് ഇല്ലെങ്കിൽ ഞാൻ അതിനേ ഉള്ളൂ. ഞാനും മേലെ വരുള്ളൂ. ആ താഴെ മാതിരി ഉണ്ട് അതുകൊണ്ട്. ಒಂಜಿ 6 ಡೈ ಹಾಕಿ ഞങ്ങൾ. ഓക്കെ മാറ്റി. മണ്ണ് ഒത്തിരി ഉണ്ട്. പിന്നെ ഒരുപാട് മണ്ണ് വീണിട്ടുണ്ടല്ലോ. ആ സമയത്തിൽ ഒന്നും ചെയ്യാനാവില്ല. 6 പോയെങ്കിൽ ഇപ്പം മിലിറ്ററിക്കാർ ഇപ്പം പോകാൻ കേട്ടില്ല. ആ മാതിരി അത്ര പ്രഷറുണ്ട്. ഒന്നും ചെയ്യാനാവില്ല. ഞാൻ കേട്ട അവർ 6 ഇറങ്ങാതെ ചൊല്ലി. ಅಲ್ಲ ಹತ್ರ ಅವರು ನಿಂದೆ എൻ്റെ ಲೆಟ್ರ್ ಎಡ್ದು കിട്ടും. ಅವರು നിൻ്റെ ജീവൻ്റെ പ്രശ്നം നീ നോക്കുവോ എന്ന് ഞാൻ ലെറ്റർ എടുത്തിട്ട് കൊടുത്തു. ഞാൻ ചൊല്ലി അർജുന ഉണ്ടല്ലേ അതിൽ ഞാൻ ഒരു ലെറ്റർ ആക്കി എന്നെ 1 വരോടി ഞാനുണ്ട് ലെറ്റർ ആക്കി DC സൈൻ ആക്കി കൊടുത്തു. സ്വന്തം റിസ്കിലേ പോയി. ഞാൻ നിന്നലെ ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു ഇപ്പം കാലിലെ ഞങ്ങൾ സ്റ്റേ വയർ എടുക്കും. അതിൽ തടി ഉണ്ടോ നോക്കാൻ. അതിലടി ബോഡി കിട്ടിയ ഇല്ലെങ്കിൽ ഇത് വണ്ടി കിട്ടിയാൽ നോക്കും. വണ്ടി കിട്ടിയാൽ നമ്മൾ സുഖമാവും ಕೆಲಸ. അതിന് ഫസ്റ്റിലേ പോയിട്ട് ഇപ്പോൾ കയറിട്ടിട്ട് ഇത് ആ വയറെടുക്കും. ഇല്ല ഒത്തിരി ആക്കിയിട്ടുണ്ട്. അത് കേട്ടില്ല. ഇപ്പം തുടങ്ങും. ഇപ്പോൾ 10 മണിക്കാവും. ഇപ്പോൾ ഈ സ്റ്റേ വയറിൻ്റെ ആൾക്കാർ വരും. മിഷനിൽ എടുത്തിട്ട് പിന്നെ നോക്കും. വൈകിട്ട് വരണം. ഞാനത് അവൻ ഒരു ജീവന്തമായിട്ട് സിക്കിട്ടെന്ന് പാക്കോത്ര. ശരിയാണ്. ഇന്നലെ ഗംഗാവലി പുഴയിലിറങ്ങി വളരെ സാഹസികമായി മുങ്ങൽ നടത്തി പരിശോധന നടത്തിയ ഈശ്വർ മാൽപ്പയാണ് നമ്മോട് സംസാരിച്ച്. ഇന്നും അദ്ദേഹം പുഴയിലിറങ്ങും. യഥാർത്ഥത്തിൽ നേവിയും അങ്ങനെയുള്ള അധികാര കേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ റിസ്ക്കിയാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ മൗന അനുവാദത്തോടെ ഈശ്വർ മാൽപ്പ ഇന്നും ഗംഗാവലി പുഴയുടെ അടിയിൽ തപ്പി അർജുന് വേണ്ടി അന്വേഷണം നടത്തുമെന്നാണ് പറയുന്നത്. ഇന്നലെയും അടിയൊഴുക്ക് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് മാൽപ്പ പറയുന്നു. കമ്പിയും വീടിൻ്റെ തകര ഷീറ്റുകളും ഒക്കെ ഈ പുഴയുടെ അടിവാരത്തുണ്ട്. 3 പോയിന്റിൽ ഇന്നലെ നോക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പോയിന്റിൽ കുറേ തടി കഷ്ണങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഈ ലോറി തടിയും കയറ്റി പോയതാണ് ഇന്ന് നിങ്ങൾക്കറിയാം. ഈശ്വർ മാൽപ്പ ഇന്നലെ 15 അടി താഴെ വരെ പോയി. ഷെവീദ് റാവുത്തർ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. ഈശ്വർ മാൽപ്പ എന്തൊക്കെയാണ് പറയുന്നത്? ഷെവീദ് റാവുത്തർ അദ്ദേഹം ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? എസ്കിൻ, അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞ് അവസാനിപ്പിച്ചത് അദ്ദേഹം സ്വന്തം റിസ്കിൽ പോകുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കുറച്ചുകൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓൺ റിസ്ക് സമീപനം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തം റിസ്കിൽ പോകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം,
ഈ ഇന്ന് 10 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ചില അറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹം ഇറങ്ങും, ഡൈവിന് ഇറങ്ങും. ഇന്നലെ ഏതാണ്ട് 6 ഡൈവ് നടത്തി. പക്ഷേ വലിയ മൺകൂന കണ്ടു, അതേപോലെ തന്നെ ഈ ഒരു തകര ഷീറ്റ് കണ്ടു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പോയിന്റിൽ തടിക്കഷ്ണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ആ തടിക്കഷ്ണങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ദൗത്യം പോവുക, അല്ലെങ്കിൽ ആ കണ്ടെത്തിയ പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ദൗത്യം പോവുക. ഏതായാലും പ്രതീക്ഷകൾക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല സ്കെൻ, കാരണം അണ്ടർ കറൻസ് കാര്യമായിട്ടുണ്ട്, അടിയൊഴുക്ക് കാര്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പക്ഷേ സ്വന്തം റിസ്കിലേക്ക് പോകാൻ റെഡിയാണ്, തയ്യാറാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 15 അടിയോളം താഴേക്ക് പോയി, വിസിബിലിറ്റി ഇല്ല, പകരം ഇവരിങ്ങനെ കുത്തി നോക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യത്തിലും അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈശ്വർ മാൽപ്പയും സംഘവും തുടരുകയാണ്, ഇന്നും പോകും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തെ പങ്കുവയ്ക്കുന്നുണ്ട്. നടത്തിയതിൽ ടഫസ്റ്റ് റെസ്ക്യൂ ആണോ ഇതെന്ന് ചോദിച്ചപ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് ദുർഘടകരമായ പലതരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇതാണ് ഇപ്പോൾ ഈ ഈശ്വർ മാൽപ്പെ നമ്മളോട് പങ്കുവച്ച പ്രധാനപ്പെട്ട വിവരം. എസ്കേൻ. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.